വ്യക്തിഗത ആദായ നികുതി നിയമം കരട് ശുപാർശകൾക്ക് അംഗീകാരമായി. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികകളും ഒഴിവാക്കി കിട്ടുന്നതിനായുള്ള അപേക്ഷകൾ നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. വാദിനോത്സവം 2025 മന്ത്രി MP രാജേഷ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ നടപ്പിലാക്കുവാൻ പോകുന്ന വ്യക്തിഗത ആദായ നികുതി നിയമത്തിനായുള്ള കരട് ശുപാർശകൾക്ക് അംഗീകാരമായി. മജ്ലിസുൽ ഷൂറയും സ്റ്റേറ്റ് കൗൺസിലുമാണ് ഇതിനായുള്ള അംഗീകാരം നൽകിയത്. പ്രതിവർഷ വരുമാനം 50,000 റിയാലിന് മുകളിൽ ഉള്ളവരിൽ നിന്ന് 5% ആദായ നികുതി ഈടാക്കുവാനുള്ള കരട് ശുപാർശകൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. മധ്യവർഗത്തിന്റെ പ്രയോജനത്തിനായാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. വ്യക്തിഗത ആദായ നികുതിയിൽ ഗ്രാറ്റുറ്റിയോ മറ്റു സേവനാവസാന ആനുകൂല്യങ്ങളോ വരുമാന ഉറവിടമായി കണക്കാക്കേണ്ടതില്ലെന്നും ഇരു കൗൺസിലുകളും സമ്മതിച്ചു. നേരത്തെ പ്രതിമാസം 2,500 റിയാലിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് ആദായ നികുതി ചുമത്താനായിരുന്നു ചർച്ചകൾ നടന്നത്. നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ മിനിമം വരുമാനം വർദ്ധിപ്പിക്കുകയും മറ്റു ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തുകയും വേണമെന്നും പറഞ്ഞു. അതേസമയം എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നതുവരെ ആദായ നികുതി നിയമം നടപ്പിലാക്കില്ലെന്ന് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികകളും ഒഴിവാക്കി കിട്ടുന്നതിനായുള്ള അപേക്ഷകൾ നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. ജൂലൈ 31 വരെ തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്നുകൊണ്ട് 60 ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകിയത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിന് ഗുണകരമായ രീതിയിൽ വ്യക്തികളുടെയും ബിസിനസ് ഉടമകളുടെയും അവകാശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഈ ഇളവുകൾക്കും മറ്റുമാണ് നാളെ മുതൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ബാത്തിന സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബാത്തിനോത്സവം 2025 ഇന്ന് വൈകിട്ട് സുഹാറിലെ അൽവാദി ഹോട്ടൽ ഗ്രൗണ്ടിൽ അരങ്ങേറും. വൈകിട്ട് 5 മണിക്ക് പരിപാടി ആരംഭിക്കും. കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിദായ മുതൽ ബുറൈമി വരെയുള്ള 11 മേഖലകളിലെ ബാത്തിന സൗഹൃദവേദി അംഗങ്ങൾ ഒരുക്കുന്ന ഘോഷയാത്ര മുഖ്യ ആകർഷണമായിരിക്കും. ചെണ്ടമേളം, പഞ്ചവാദ്യം, പുലികളി, മസ്കറ്റ് പഞ്ചവാദ്യ സംഘം അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം തുടങ്ങിയ നിരവധി കലാരൂപങ്ങൾ അരങ്ങേറും. അൻവർ സാദത്ത്, ലക്ഷ്മി ജയൻ, ഫാസില ബാനു, കൗശിക്, അനന്ത പത്മനാഭൻ, ദേവപ്രിയ എന്നിവരുടെ ഗാനമേള, മ്യൂസിക് ഫ്യൂഷൻ, ഷാജി മാവേലിക്കരയും വിനോദ് കുറിയന്നൂർ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന കോമഡി ഉത്സവവും ഉണ്ടായിരിക്കും. പ്രവേശനം സൗജന്യമായിരിക്കും. പ്രവാസി തൊഴിലാളികളുടെ അനധികൃത താമസ സ്ഥലങ്ങൾക്കെതിരെ നടപടിയുമായി ബാത്തിന മുനിസിപ്പാലിറ്റിയുടെ ഇമ്മീഡിയറ്റ് റിമൂവൽ കമ്മിറ്റി വസതി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി. സഹം വിലായത്തിലെ ആധുനിക റെസിഡൻഷ്യൽ പരിസരത്തെ പ്രവാസി തൊഴിലാളികൾക്കായി നിർമ്മിച്ചിരുന്ന അനധികൃത വസതിയാണ് പൊളിച്ചു നീക്കിയത്. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ തുടർച്ചയായ നടപടികളുടെ ഭാഗമായാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയത്. ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.